എല്ലാ ദിവസത്തെ പോലെ തന്നെ നമ്മൾ വൈകുന്നേരം ആട്ടോ രാവിലത്തേക്കുള്ള പൂവൊക്കെ പറിച്ച് വയ്ക്കുക. അപ്പോൾ ഇന്ന് ഞങ്ങൾ അതുപോലെ തന്നെ പൂ പറിക്കാനായിട്ട് പോവാം. ഇന്ന് നമ്മൾ നമ്മുടെ റോഡിൻ്റെ സൈഡിലുള്ള പൂക്കളൊക്കെ പറിച്ചു. അതിന് ശേഷം നമ്മൾ പാടത്തേക്കാട്ടോ പോയത്. ഈ കാണുന്ന മഞ്ഞപ്പൂവില്ലേ, ഇത് പാടത്ത് ഒത്തിരി ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ പൂക്കളെപ്പോഴും പാടത്തു നിന്ന് തന്നെയാണ് പറിക്കാറ്. അപ്പം ഞാനും സിദ്ധും കൂടെ പോയി അതൊക്കെ പറിച്ചെടുക്കാം കേട്ടോ. എൻ്റെയൊക്കെ ചെറുപ്പത്തിലുണ്ടല്ലോ, നമ്മൾ പാടത്തു നിന്നും പറമ്പിൽ നിന്നും തന്നെയാട്ടോ ഈ പൂക്കളൊക്കെ പറിച്ചെടുക്കാറ്. ഞാനും അനിയത്തിമാരൊക്കെ കൂടെ പോയി ഞങ്ങളെല്ലാവരും കൂടെ പൂക്കളൊക്കെ പറിച്ചെടുക്കും. പക്ഷേ ഇന്ന് വളരെ കുറവാണ്. പണ്ട് അത്തപ്പൂ, കാക്കപ്പൂ, അതുപോലെ തന്നെ കാവടിപ്പൂ, പെരുവിൻ്റെ പൂക്കൾ, അങ്ങനെ കുറേ പൂക്കൾ, ചെമ്പരത്തികൾ എന്ന് വേണ്ട കുറേ പൂക്കൾ നമുക്ക് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇന്നിപ്പോൾ എൻ്റെ സിദ്ധുവിന് അതൊന്നും അറിയില്ല. പക്ഷെ എന്നാലും അവന് കാണിച്ചു കൊടുക്കാമല്ലോ, കുറച്ച് പൂക്കൾ ഉള്ളത് നമുക്ക് കാണിച്ചു കൊടുക്കാം. ഇത്രയും സ്ഥലത്ത് നോക്കിയിട്ട് നമ്മുടെ തുമ്പപ്പൂവിനെ കണ്ടിട്ടില്ല കേട്ടോ. തുമ്പപ്പൂ എവിടെയാണെന്ന് അറിയില്ല, ഇനി അതിനെ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ഈ പൂക്കളൊക്കെ പറിച്ചെടുത്തു. അപ്പോൾ നമ്മൾ കുഞ്ഞിപ്പെണ്ണും ഉണ്ട് കേട്ടോ കൂടെ പൂവൊക്കെ പറിക്കാനായിട്ട്. നമ്മൾ ഏകദേശം ഒരു 5 മണിക്ക് ശേഷം കേട്ടോ നമ്മൾ ഈ പൂക്കളൊക്കെ പറിക്കാൻ ഇറങ്ങിയിരിക്കണത്. അപ്പോൾ പറമ്പിൽ അച്ഛനും അമ്മയും പശുവിനും പുല്ലരിയുന്നുണ്ട്. അപ്പോൾ കുഞ്ഞിനെ അവിടെ ആക്കിയിട്ടാണ്, അമ്മയുടെ അടുത്ത് ആക്കിയിട്ടാണ് ഞാനും സിദ്ധും കൂടെ പൂവൊക്കെ പറിക്കാൻ പോയത്. അപ്പോൾ അച്ഛൻ്റെ അമ്മയുടെ പുല്ലൊക്കെ വെട്ടി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ തിരിച്ച് പോവാം. അപ്പോൾ ദേ റോട്ടിൽ നിന്ന് എൻ്റെ കുഞ്ഞിപ്പെണ്ണ് നിന്ന് കാണിക്കുന്നതാട്ടോ ഇതൊക്കെ. അത് കഴിഞ്ഞ് സിദ്ധു ഇവിടുത്തെ പൂക്കളൊക്കെ പറിച്ച് കഴിഞ്ഞിട്ട് അവൻ അങ്ങോട്ട് പോവാം. അവൻ അങ്ങോട്ട് പോയപ്പോഴാണ് കാവടിപ്പൂ നിൽക്കണ കണ്ടേ. അപ്പോൾ അത് കുഞ്ഞിനെ ഞാൻ എടുത്തേക്കാം. അപ്പോൾ അച്ഛനാണ് കാവടിപ്പൂ പറിച്ച് തന്നത് കേട്ടോ. അപ്പോൾ നമ്മളതൊക്കെ കൊണ്ട് നമ്മൾ വീട്ടിലേക്ക് പോന്നു കേട്ടോ. അപ്പോൾ പൂവൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിനി നാളെ പൂക്കളിടണം. രാവിലെ തന്നെ ചാണകം എടുത്ത് നമ്മൾ മെഴുകി പൂവിടാൻ പോവാട്ടോ. അപ്പോൾ ഇന്നലെ കൊണ്ടുവച്ച പൂവ് ചെമ്പരത്തിപ്പൂ, അതിനകത്ത് മുട്ടായിരുന്നു. അപ്പോൾ മുട്ട് വിരിഞ്ഞപ്പോൾ നമ്മൾ ബാക്കിയുള്ള പൂ വെച്ചിട്ട് നമ്മൾ നമ്മുടെ ഇതായ രീതിയിലൊരു പൂക്കളം സെറ്റാക്കിയിട്ടുണ്ട്. ഇതൊക്കെ നോക്കിക്കൊണ്ട് 2 പേര് ഇരിപ്പുണ്ട് കേട്ടോ. ഞാനാണ് പൂവിടുന്നത്. അപ്പോൾ 2 പേര് അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ പൂക്കളം. ഇഷ്ടമായോ? കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല മഴ പെയ്തു. പക്ഷേ ഇവിടെ ഷീറ്റ് ഇട്ടേക്കണ കണ്ട് നമ്മുടെ പൂക്കളൊന്നും പോയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിശേഷം.